Precipitation. So as you have said, precipitation is a general term for all forms of moisture emanating from the clouds and falling to the ground. Precipitation, it is a general term for all forms of moisture emanating from the clouds and falling to ground. General term for all forms of moisture emanating from the clouds and falling to the ground. So any form of moisture which falls to the ground, originating from the clouds and falls to the ground, is known as precipitation. So there are essential requirements for precipitation to occur. Essential precipitation ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആവശ്യമായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നോക്കാം. Essential requirements for precipitation. First one is there must be some mechanism is required to cool the air sufficiently to cause condensation and droplet growth. Condensation ഉണ്ടാവാനും ഡ്രോപ്ലെറ്റ് ഗ്രോത്തും നടക്കാൻ വേണ്ടി എയറിനെ കൂൾ ചെയ്യാനായിട്ട് ഒരു മെക്കാനിസത്തിന്റെ ആവശ്യമുണ്ട്. We need to അതായത് we have to cool the air sufficiently to cause condensation and droplet growth. കണ്ടൻസേഷനും ഡ്രോപ്ലെറ്റ് ഗ്രോത്തും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എയർ ആവശ്യത്തിന് കൂൾ ചെയ്യണം. അപ്പോൾ എയറിനെ നമുക്ക് ആവശ്യത്തിന് കൂൾ ചെയ്യാൻ വേണ്ടി ഒരു മെക്കാനിസം ഉണ്ടായിരിക്കണം. So first requirement is some mechanism to cool air to cause condensation and droplet growth. കണ്ടൻസേഷനും ഡ്രോപ്ലെറ്റ് ഗ്രോത്തും ഉണ്ടാവാൻ വേണ്ടി എയറിനെ സഫീഷ്യന്റ് ആയിട്ട് നമുക്ക് കൂൾ ചെയ്യണം. അതിനൊരു മെക്കാനിസം, എയറിനെ കൂൾ ചെയ്യാൻ ഒരു മെക്കാനിസം വേണം. എയറിനെ എന്തിനാ കൂൾ ചെയ്യുന്നത്? കണ്ടൻസേഷനും ഡ്രോപ്ലെറ്റ് ഗ്രോത്തും ഉണ്ടാവാൻ. This is the first requirement. Second requirement is condensation nuclei are also necessary for formation of droplets. ഒരു കണ്ടൻസേഷൻ ന്യൂക്ലിയൈ വേണം. We need condensation nuclei for the formation of droplets. Droplets form ചെയ്യാൻ വേണ്ടി there should be condensation nuclei. They are usually present in the atmosphere in adequate quantities. Atmosphere ൽ adequate quantities ൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്യണമെങ്കിൽ കണ്ടൻസേഷൻ ന്യൂക്ലിയൈ ഉണ്ടാവണം. അത് അറ്റ്മോസ്ഫിയറിൽ ആവശ്യത്തിന് ഉണ്ടാവാറുണ്ട്. And the last requirement is large scale cooling for significant amount of precipitation. Large scale cooling for significant amount of precipitation. ആവശ്യത്തിന് precipitation ഉണ്ടാവാൻ വേണ്ടി large scale cooling സംഭവിക്കണം. അതെങ്ങനെയാണ്? It is achieved by lifting of air. Meteorological phenomenon of lifting of air mass is essential to result precipitation. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാവുന്നത്? By lifting of air mass.
ഒരു meteorological phenomenon of lifting of air mass അത്യാവശ്യമാണ് to result in precipitation. അപ്പോൾ precipitation ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആവശ്യമായ 3 കാര്യങ്ങൾ എന്താണ്? എയറിനെ കൂൾ ചെയ്യാനൊരു എയറിനെ ആവശ്യത്തിനനുസരിച്ച് കൂൾ ചെയ്യാനൊരു മെക്കാനിസം ഉണ്ടായിരിക്കണം. എയറിനെ എന്തിനാണ് കൂൾ ചെയ്യുന്നത്? കണ്ടൻസേഷൻ നടക്കാനും ഡ്രോപ്ലെറ്റ് ഗ്രോത്ത് ഉണ്ടാവാനും വേണ്ടിയാണ് എയറിനെ കൂൾ ചെയ്യേണ്ടത്. അപ്പൊ എയറിനെ കൂൾ ചെയ്യാൻ ആവശ്യം അനുസരിച്ച് കൂൾ ചെയ്യാൻ വേണ്ടി ഒരു മെക്കാനിസം ഉണ്ടായിരിക്കണം. പിന്നെ ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടൻസേഷൻ ന്യൂക്ലിയൈ ഉണ്ടായിരിക്കണം. അതാണ് സെക്കൻഡ് റിക്വയർമെന്റ്. സെക്കൻഡ് റിക്വയർമെന്റ് ഇസ് കണ്ടൻസേഷൻ ന്യൂക്ലിയൈ. കണ്ടൻസേഷൻ ന്യൂക്ലിയൈ അറ്റ്മോസ്ഫിയറിൽ ആവശ്യത്തിന്റെ അളവിലുണ്ട്. കണ്ടൻസേഷൻ ന്യൂക്ലിയൈ ഉണ്ടെങ്കിൽ മാത്രമേ ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്യൂ. And the third requirement is large scale cooling. Large scale cooling ഉണ്ടായാലേ significant amount of precipitation ഉണ്ടാവും. അപ്പോൾ ഈ ലാർജ് സ്കെയിൽ കൂളിംഗ് സംഭവിക്കുന്നത് എന്ത് മീറ്റിയോറോളജിക്കൽ ഫിനോമിനൻ വെച്ചിട്ടാണ്? ലിഫ്റ്റിംഗ് ഓഫ് എയർ മാസ് എന്നുള്ള ഒരു മീറ്റിയോറോളജിക്കൽ ഫിനോമിനൻ വഴിയാണ് ലാർജ് സ്കെയിൽ കൂളിംഗ് സംഭവിക്കുന്നത്. സോ precipitation is the general form for all forms of moisture emanating from the clouds and falling to the ground. ക്ലൗഡ്സിൽ നിന്ന് എമിനേറ്റ് ചെയ്ത് ഗ്രൗണ്ടിൽ വന്ന് വീഴുന്ന ഏത് ഫോം ഓഫ് precipitation നമുക്ക് ഏത് ഫോം ഓഫ് മോയ്സ്ചറിനെ നമുക്ക് ജനറൽ ആയിട്ട് precipitation എന്ന് വിളിക്കാം. അത് തന്നെ 2 ഫോമിലുണ്ട്. ലിക്വിഡ് ഫോമും ഉണ്ട്, ഫ്രോസൺ ഫോമും ഉണ്ട്. ദെൻ precipitation നടക്കാനായിട്ട് 3 എസെൻഷ്യൽ റിക്വയർമെന്റ്സ് ഉണ്ട്. മെക്കാനിസം ടു കൂൾ എയർ, കണ്ടൻസേഷൻ ന്യൂക്ലിയൈ ആൻഡ് ലാർജ് സ്കെയിൽ കൂളിംഗ്. Now let us see what are the different types of precipitation. Types of precipitation. ഇത് മാറിപ്പോവാതെ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് precipitation. അതായത് ഓരോ ടൈപ്പും എങ്ങനെയാണ് precipitation ഉണ്ടാവുന്നത് അതനുസരിച്ചാണ് ടൈപ്സ് ഓഫ് precipitation എന്ന് നമ്മൾ പറയുന്നത്. ഏത് രീതിയിലാണോ precipitation ഉണ്ടാകുന്നത് അതനുസരിച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് precipitation ഉണ്ട്. So the first type of precipitation is cyclonic precipitation. Cyclonic precipitation. That's the first and foremost type of precipitation. Cyclonic precipitation results from lifting of air masses converging into low pressure area of cyclone. അപ്പോൾ എങ്ങനെയാണ് cyclonic precipitation results from lifting of air masses converging into low pressure area of cyclone. അപ്പോൾ cyclonic precipitation എങ്ങനെയാണ് ഉണ്ടാകുന്നത്? It is resulting from cyclonic precipitation results from lifting of air masses converging into low pressure area of cyclone. Converging into low pressure area of cyclone. അപ്പോൾ എയർ മാസ് ലിഫ്റ്റ് ചെയ്ത് സൈക്ലോണിന്റെ ലോ പ്രഷർ ഏരിയയിലോട്ട് കൺവേർജ് ചെയ്യുമ്പോഴാണ് സൈക്ലോണിക് precipitation ഉണ്ടാകുന്നത്. ഇനി സൈക്ലോണിക് precipitation തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഫ്രണ്ടൽ precipitation. Frontal precipitation. Frontal precipitation എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഫ്രണ്ട് എന്താണെന്ന് നോക്കാം. A border region between two adjacent air masses having different characteristics such as temperature and humidity is called front. What is a front? A front means it is a border region. Now let us see what is front. It is
border region between adjacent air masses, between two adjacent air masses having different characteristics, having different characteristics such as temperature and humidity. അതായത് രണ്ട് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള രണ്ട് അഡ്ജസന്റ് എയർ മാസസിന്റെ ഇടയിൽ വരുന്ന ആ ബോർഡർ റീജിയനെയാണ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്. ഫ്രണ്ട് മീൻസ് ഇറ്റ് ഈസ് എ ബോർഡർ റീജിയൻ ബിറ്റ്വീൻ ടു അഡ്ജസന്റ് എയർ മാസസ് ഹാവിംഗ് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് temperature and humidity. When a flow of warm and moist air from the south, when a flow of warm and moist air mass from the south meets cold air mass of polar region, the cold air being heavier underrun the warm air flow in the form of flat wedge, forcing the warm air aloft. The lifted warm air mass cools down at high altitudes, causing precipitation. So a front may be warm front or cold front, depending whether there is active or passive ascent of warm air mass over cold air mass. So frontal precipitation എങ്ങനെയാണ് ഉണ്ടാവുന്നത്? When flow of warm and moist air mass from the south. When flow of warm and moist air mass from south, അതായത് സൗത്തിൽ നിന്നുള്ള warm and moist air mass പോളാർ റീജിയനിലെ കോൾഡ് എയർ മാസിനെ മീറ്റ് ചെയ്യുമ്പോൾ meets cold air mass of polar region അപ്പോൾ എന്ത് സംഭവിക്കും? സൗത്തിൽ നിന്നുള്ള warm and moist air mass പോളാർ റീജിയനിലെ കോൾഡ് എയർ മാസിനെ വന്ന് മീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്കറിയാം warm air is lighter than cold air. Cold air ആയിരിക്കും heavier, warm air will be lighter. അപ്പോൾ എന്താണ്? The cold air being heavier underruns the warm air flow in the form of flat wedge, forcing the warm air aloft. അപ്പോൾ എന്ത് പറ്റും? Warm air rises and cold air sinks. അതിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. എന്ത് പറ്റും? Cold air mass will underrun the warm air flow in the form of flat wedge. ഒരു ഫ്ലാറ്റ് വെഡ്ജിന്റെ ഫോമില് ഈ കോൾഡ് എയർ മാസ് വാം എയർ മാസിനെ അണ്ടർഫ്ലോ ചെയ്യും. വാം എയർ മാസിനെ അണ്ടർറൺ ചെയ്യും. അണ്ടർറൺ ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? വാം എയർ മാസ് മുകളിലും വരും, കോൾഡ് എയർ മാസ് താഴെയും വരും. അതായത് വാം എയർ റൈസസ് ആൻഡ് കോൾഡ് എയർ സിങ്സ്. The lifted warm air mass cools down at high altitudes, causing precipitation. അപ്പോൾ ഈ വാം എയർ മാസ് അതായത് lifted warm air mass cools down at high altitude. At high altitude causing precipitation. അങ്ങനെയാണ് ഫ്രണ്ടൽ precipitation ഉണ്ടാകുന്നത്. ഈ ഫ്രണ്ട് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാവാം. അതായത് ആക്റ്റീവ് വാം ഫ്രണ്ടോ ആവാം, കോൾഡ് ഫ്രണ്ടോ ആവാം, ഡിപ്പെൻഡിങ് അപ്പോൺ വെദർ there is active or passive ascent of warm air mass over
കോൾഡ് എയർ മാസ്. അപ്പൊ ഫ്രണ്ടൽ പ്രസിപ്പിറ്റേഷൻ എങ്ങനെയാണ്? സൗത്തിൽ നിന്ന് വരുന്ന വാം ആൻഡ് മോയിസ്റ്റ് എയർ മാസ് പോളാർ റീജിയനിലെ കോൾഡ് എയർ മാസുമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വാം എയർ മാസ് ലൈറ്റർ ആയതുകൊണ്ട് ഈ കോൾഡ് എയർ മാസ് വാം എയർ മാസിനെ അണ്ടർ റൺ ചെയ്യും. അതായത് വാം എയർ മാസ് മുകളിലും വരും, കോൾഡ് എയർ മാസ് താഴെ വരും. അപ്പോൾ ഈ കോൾഡ് എയർ മാസ് ഒരു ഫ്ലാറ്റ് വെഡ്ജ് പോലെ ആക്ട് ചെയ്തിട്ടാണ് ഈ വാം എയർ മാസിനെ ലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിൽ ഈ ലിഫ്റ്റ് ആയ വാം എയർ മാസ് കൂൾ ചെയ്തതിന് ശേഷം precipitation ഉണ്ടാവും. So this is how frontal precipitation occurs. So one type of cyclonic precipitation is frontal precipitation and the second type is non-frontal precipitation. Second type is non-frontal precipitation. Non-frontal precipitation endu vachum the moist air mass is stationary and moving cold air mass meets it. Here moist warm air mass is stationary. Adu ee warm air mass is stationary ആയിരിക്കും. Stationary and cold air mass meets it. So what happens? Thus due to lightness of warm air there is passive ascent of warm air over cold air. ഇവിടെ എന്താണ്? മോയിസ്റ്റ് അതായത് മോയിസ്റ്റ് ആൻഡ് വാം എയർ മാസ് സ്റ്റേഷനറി ആയിരിക്കും, കോൾഡ് എയർ മാസ് വന്ന് അതിനെ മീറ്റ് ചെയ്യും. പക്ഷേ വാം എയർ മാസ് ലൈറ്റർ ആയതുകൊണ്ട് there is passive ascent of warm air over cold air. There is passive ascent of warm air over cold air. നമ്മുടെ ഫ്രണ്ടൽ പ്രസിപ്പിറ്റേഷനിൽ പറഞ്ഞ എന്താണ്? ഒരു ഫ്ലാറ്റ് വെഡ്ജ് പോലെ വന്ന് കോൾഡ് എയർ മാസ് വാം എയർ മാസിനെ ലിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്താണ്? വാം എയർ മാസ് സ്റ്റേഷനറി ആയിട്ട് നിൽക്കും, കോൾഡ് എയർ മാസ് ആണ് വന്ന് വാം എയർ മാസിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വാം എയർ മാസ് ലൈറ്റർ ആയതുകൊണ്ട് അതിനൊരു പാസീവ് അസെന്റ് സംഭവിക്കും. അങ്ങനെ പാസീവ് അസെന്റ് സംഭവിക്കുമ്പോൾ there is active undercutting. ആക്റ്റീവ് അണ്ടർകട്ടിംഗ് വഴിയാണ് പാസീവ് അസെന്റ് ഓഫ് വാം എയർ സംഭവിക്കുന്നത്. So then lifted warm air cools down at high altitude, precipitation occur. So lifted warm air cools down at higher altitude and precipitation occurs. Precipitation occurs. അപ്പോൾ എങ്ങനെയാണ് precipitation ഉണ്ടാവുന്നത്? നോൺ ഫ്രണ്ടൽ precipitation എന്ന് പറഞ്ഞാൽ മോയിസ്റ്റ് വാം എയർ സ്റ്റേഷനറി ആയിരിക്കും, കോൾഡ് എയർ മാസ് വന്ന് അതിനെ മീറ്റ് ചെയ്യും. ഈ മോയിസ്റ്റ് വാം എയർ മാസ് എന്ന് പറയുന്നത് ലൈറ്റർ ആയതുകൊണ്ട് there is passive ascent of moist air mass. There is passive ascent of warm air over cold air owing to the active undercutting. Active undercutting കാരണം there is passive ascent of warm air over cold air. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ഈ ലിഫ്റ്റഡ് എയർ മാസ് ഹയർ ഓൾട്ടിറ്റ്യൂഡിൽ കൂൾ ഡൗൺ ചെയ്തിട്ട് precipitation ഉണ്ടാവും. Now second type of precipitation is convective precipitation. Second one is convective precipitation.
convective precipitation is caused by natural rising of warmer light air in colder denser surroundings. ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. Convective precipitation is caused by natural rising of warmer lighter air in colder denser surroundings. Colder and denser surroundings-ൽ warmer lighter air natural ആയിട്ട് റൈസ് ചെയ്യുമ്പോഴാണ് കൺവെക്റ്റീവ് precipitation ഉണ്ടാകുന്നത്. അതായത് കൺവെക്ഷൻ എന്നുള്ള പ്രോസസ്സ് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും. അതേ പ്രോസസ്സാണ് ഇവിടെ പറയുന്നത്. നാച്ചുറൽ ആയിട്ട് കോൾഡർ ആൻഡ് ഡെൻസർ സറൗണ്ടിങ്സിൽ വാർമർ ലൈറ്റർ എയർ റൈസ് ചെയ്യുമ്പോഴാണ് കൺവെക്റ്റീവ് precipitation ഉണ്ടാവുന്നത്. സോ ഇറ്റ് ഈസ് caused by natural rising of warmer lighter air in colder denser surroundings. In colder denser surroundings. Colder and denser surroundings il warm light air mass natural ആയിട്ട് റൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് convective precipitation. So the difference in temperature may result from unequal heating at surface, unequal cooling at the top of air layer, or mechanical lifting when air is forced to pass over a denser, colder air mass. Convective precipitation is spotty and its intensity may vary from light showers to cloud burst. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്തെല്ലാം കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത്? Difference in temperature due to എന്ത് കാരണം കൊണ്ടാണ് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകുന്നത്? unequal heating at surface, unequal heating at surface, or unequal cooling at the top of air layer, unequal cooling at the top of air layer, or due to mechanical lifting when air is forced to pass over denser, colder air mass. അല്ലെങ്കിൽ മെക്കാനിക്കൽ ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ലിഫ്റ്റിംഗ് വഴി. മെക്കാനിക്കൽ ലിഫ്റ്റിംഗ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? when air is forced to pass over denser, colder air mass. ഇനി കൺവെക്റ്റീവ് precipitation-ന്റെ രീതി എങ്ങനെയായിരിക്കും? Convective precipitation is spotty and intensity may vary from light showers to cloud burst. Convective precipitation spotty എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെ കാണില്ല, ഒരു പർട്ടിക്കുലർ പ്ലേസിൽ മാത്രമായിട്ട് വരുന്നത്. Convective precipitation is spotty, intensity may vary from light showers to cloud burst. അതിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ലൈറ്റ് ഷവേഴ്സ്, ചെറിയ മഴ തൊട്ട് ലൈറ്റ് ഷവേഴ്സ് ടു ക്ലൗഡ് ബേസ്റ്റ് വരെ സംഭവിക്കാം. അത് പക്ഷേ സ്പോട്ടി ആണ്. ഒത്തിരി റീജിയനിൽ ഒരുപോലെ വരില്ല, ചെറിയ ചെറിയ റീജിയൻസിലായിരിക്കും സ്പോട്ടി ആയിരിക്കും. അതായത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും കൺവെക്റ്റീവ് precipitation ഉണ്ടാകുന്നത്. കൺവെക്റ്റീവ് precipitation-ന്റെ ഇന്റൻസിറ്റി ലൈറ്റ് ഷവേഴ്സ് മുതൽ ക്ലൗഡ് ബേസ്റ്റ് വരെ ആകാം. അപ്പൊ നാച്ചുറൽ ആയിട്ട് വാർമർ ലൈറ്റർ എയർ മാസ് കോൾഡർ ഡെൻസർ സറൗണ്ടിങ്സിൽ റൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് കൺവെക്റ്റീവ് precipitation. Now the next type of precipitation is that is the third type is orographic precipitation. Orographic precipitation എങ്ങനെയാണ്? It is due to lifting of warm moisture laden air mass due to topographic barriers. Topographic barriers കാരണം warm moisture laden air mass ലിഫ്റ്റ് ആകുമ്പോൾ ഉണ്ടാകുന്നതാണ് orographic precipitation. It is due to lifting of
warm, moisture laden, warm moisture laden air mass. Orographic precipitation is due to lifting of warm moisture laden air mass due to topographic barriers. Due to topographic barriers. Topographic barriers കാരണം warm and moist air mass ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് orographic precipitation. അപ്പോൾ ഇവിടെ എങ്ങനെ precipitation ഉണ്ടാകുന്നത്? ലിഫ്റ്റ് ആയതിനു ശേഷം as it reaches higher elevation it comes in contact with the cold air and precipitation occurs. അപ്പം as it reaches higher elevation, as it reaches higher elevation it comes in contact with cold air mass, it comes in contact with cold air and precipitation occurs. And precipitation occurs. അപ്പോൾ എന്താണ്? ഒരു നാച്ചുറൽ അല്ലെങ്കിൽ ഒരു ടോപ്പോഗ്രാഫിക് ബാരിയർ കാരണം warm and moist air mass തനിയെ ലിഫ്റ്റ് ആകുമ്പോൾ ഉണ്ടാകുന്നതാണ് orographic precipitation. അപ്പോൾ ഈ warm and moist air mass ലിഫ്റ്റ് ആകുമ്പോൾ ഹയർ എലിവേഷനിൽ അത് കോൾഡ് എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരും. കോൾഡ് എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ precipitation സംഭവിക്കും. The zone to the other side of mountain will be zone of rain shadow area where rainfall may not occur. അതായത് ഇപ്പൊ നമ്മൾ ഇത് മൗണ്ടൈനസ് റീജിയൻസിലാണ് ഈ ഓറോഗ്രാഫിക് precipitation വരുന്നത്. അപ്പോൾ ഏത് ഭാഗത്താണോ വിൻഡ് കാരണം എയർ മാസ് ലിഫ്റ്റ് ചെയ്യുന്നത് ആ ഭാഗത്തിനെ നമ്മൾ ഒരു ഭാഗത്ത് എന്തായിരിക്കും എയർ മാസ് ലിഫ്റ്റ് ചെയ്യും. വിൻഡ് കാരണം മോയിസ്റ്റ് എയർ വാം ആൻഡ് മോയിസ്റ്റ് എയർ മാസ് ലിഫ്റ്റ് ചെയ്യും. പക്ഷേ ഈ ലിഫ്റ്റ് ചെയ്ത് അത് ക്ലൗഡായി ഹയർ എലിവേഷനിൽ വരുമ്പോൾ കോൾഡ് എയർ മാസുമായിട്ട് വരുന്നു, ക്ലൗഡ് ആവുന്നു, precipitation നടക്കും. അതേസമയം ഈ മൗണ്ടന്റെ അപ്പുറത്തെ സൈഡ് അതായത് റെയിൻ ഉണ്ടാവാത്ത സൈഡിനെ നമ്മൾ റെയിൻ ഷാഡോ ഏരിയ എന്ന് പറയും. The zone to the other side of mountain will be zone of rain shadow area where rainfall may not occur. അതാണ് orographic precipitation. And the fourth and last type of precipitation is precipitation due to turbulent ascent. Precipitation due to turbulent ascent. Precipitation due to turbulent ascent. അതെങ്ങനെയാണെന്ന് വെച്ചാൽ air mass is forced to rise up due to greater friction of Earth's surface. It's travel over ocean. The air mass rises up because of increased turbulence and friction when it ultimately condenses and precipitation occurs. അതായത് ടർബുലൻസും ഫ്രിക്ഷനും കാരണം ഇൻക്രീസ്ഡ് ടർബുലൻസും ഫ്രിക്ഷനും കാരണം എയർ മാസ് റൈസ് ചെയ്യും. അതിനുശേഷം അത് കണ്ടൻസ് ചെയ്തിട്ട് precipitation ഉണ്ടാവും. Due to increased turbulence and friction, due to increased turbulence and friction, air mass rises. Air mass rises. Then it condenses and air mass rise ചെയ്യും. അത് കഴിഞ്ഞ് it condenses and precipitation occurs. Earth surfaceന്റെ friction കാരണം എയർ മാസ് എന്താണ്? Earth surfaceന്റെ friction കാരണം എയർ മാസ് റൈസ് ചെയ്യും.
റൈസ് ചെയ്തിട്ട് അത് ഓഷ്യന്റെ മുകളിലൂടെ ട്രാവൽ ചെയ്യും. അപ്പം ഇൻക്രീസ് ടർബുലൻസും ഫ്രിക്ഷനും കാരണമാണ് എയർ മാസ് റൈസ് ചെയ്യുന്നത്. റൈസ് ചെയ്ത് കഴിയുമ്പോൾ അത് പിന്നെ കണ്ടൻസ് ചെയ്ത് precipitation ഉണ്ടാവും. So these are the 4 different types of precipitation. Types of precipitation എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ 4 types തന്നെ എഴുതണം. Frontal precipitation first one is frontal and non-frontal വരുന്നത് cyclonic precipitation ന്റെ classification ആയിട്ടാണ്. First type of precipitation is cyclonic precipitation. Second you have convective precipitation. Third orographic precipitation, and fourth one is precipitation due to turbulent ascent. Next, forms of precipitation. Forms എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ precipitation ഏതെല്ലാം രൂപത്തിലാണ് കിട്ടുന്നത്, form. So നമ്മൾ precipitation നേരത്തെ പറഞ്ഞപ്പോഴേ പറഞ്ഞു, precipitation can be in the form of liquid precipitation or frozen precipitation. Liquid precipitation ഉണ്ട്, frozen precipitation ഉണ്ട്. അതായത് ഏത് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഏത് ഫോമിലാണ് കിട്ടുന്നത് നോക്കണം. So the first form, there are 6 different forms, and the first form is drizzle. First form of precipitation is drizzle. Drizzle is when the size of water droplets is under 0.5 mm. Size of water droplets is less than 0.5 mm and intensity is less than 1 millimeter per hour. The precipitation intensity is less than 1 millimeter per hour. ഇനി ഡ്രിസിലിന്റെ അടുത്ത പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, because of lightness droplets appear to be floating in the air. Lightness കൊണ്ട് droplets will be floating in air. So drizzle എന്ന് പറഞ്ഞാൽ, drizzle is the form of precipitation in which the size of water droplet is less than 0.5 mm and the intensity of precipitation will be less than 1 millimeter per hour. Because of its lightness, the droplets appear to be floating in the air. അപ്പോൾ drizzle എന്ന് പറയുന്നത് എന്ത് form of precipitation ആണ്? വാട്ടർ ഡ്രോപ്ലെറ്റിന്റെ ഒക്കെ സൈസ് പറയുന്നതുകൊണ്ട് drizzle എന്ന് പറയുന്നത് it is liquid precipitation. Now second is rain. Rain is also a form of liquid precipitation. Here the droplet size is greater than 0.5 mm. Droplet size is greater than 0.5 mm and greater than 0.5 mm. The upper size of water drop is generally 6.25 mm. And the maximum എന്ന് പറയുന്നത് 6.25 mm. 0.5 mm എന്നേക്കാളും കൂടുതൽ ഡ്രോപ്ലെറ്റ് സൈസ് ഉള്ളപ്പോഴാണ് റെയിൻ എന്ന് പറയുന്നത്. ഡ്രോപ്ലെറ്റ് സൈസിന്റെ മാക്സിമം ആണ് 6.25 mm. Then droplet size കൂടുതലായിട്ട് തന്നെ the droplets tend to break up as they fall through air. The droplets tend to break up as they fall through air. But drizzle rain മാത്രമാണ് the two forms of liquid precipitation. Liquid precipitation ആയിട്ട് വരുന്ന രണ്ടേ രണ്ട് ഫോംസേ ഉള്ളൂ, drizzle റെയിനും. Now third one is glaze. Third one is glaze. That is when drizzle or rain freezes as it comes in contact with the cold objects. It is known as glaze. Glaze എങ്ങനെ ഉണ്ടാവുന്നത്? When drizzle or rain freezes when it comes in contact with cold object. When it comes in contact with
cold objects. ഡ്രിസിലോ റെയിനോ കോൾഡ് ഒബ്ജക്ട്സുമായി കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്നതാണ് ഗ്ലേസ്. ഏതെങ്കിലും കോൾഡ് ഒബ്ജക്റ്റുമായിട്ട് ഡ്രിസിലോ റെയിനോ കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഫ്രീസ് ചെയ്യുവാണെങ്കിൽ ആ ഫോം ഓഫ് പ്രസിപ്പിറ്റേഷനെയാണ് ഗ്ലേസ് എന്ന് വിളിക്കുന്നത്. സോ ഗ്ലേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഫ്രോസൺ പ്രസിപ്പിറ്റേഷൻ. നൗ ഫോർത്ത് വൺ, sleet. Sleet is again another type of frozen precipitation. It is frozen raindrops cooled to the ice stage while falling through air at sub-freezing temperature. While falling through air at sub-freezing temperature. സബ്ഫ്രീസിംഗ് ടെമ്പറേച്ചറിലൂടെ ഫോൾ ചെയ്യുമ്പോൾ റെയിൻ ഡ്രോപ്സ് ഐസ് സ്റ്റേജിലോട്ട് ഫ്രീസ് ചെയ്യുവാണെങ്കിൽ ഉണ്ടാകുന്നതാണ് സ്ലീറ്റ്. റെയിൻ ഡ്രോപ്സ് ഫ്രീസ് ടു ഐസ് സ്റ്റേജ്. റെയിൻ ഡ്രോപ്സ് സബ്ഫ്രീസിംഗ് ടെമ്പറേച്ചറിലൂടെ ഫോൾ ചെയ്യുമ്പോൾ ഐസ് സ്റ്റേജിലോട്ട് ഫ്രീസ് ചെയ്യുവാണെങ്കിൽ ഉണ്ടാകുന്ന പ്രസിപ്പിറ്റേഷനെയാണ് സ്ലീറ്റ് എന്ന് വിളിക്കുന്നത്. സോ അഗൈൻ സ്ലീറ്റ് ഇസ് ഓൾസോ എ ഫോം ഓഫ് ഫ്രോസൺ പ്രസിപ്പിറ്റേഷൻ. നൗ ഫിഫ്ത്ത് വൺ ഇസ് സ്നോ. സ്നോ ഇസ് അഗൈൻ another form of frozen precipitation. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഐസ് ക്രിസ്റ്റൽസ് റിസൾട്ടിംഗ് ഫ്രം sublimation. Precipitation in the form of ice crystals resulting from sublimation. Sublimation കാരണം ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടാകുമ്പോഴുള്ള പ്രസിപ്പിറ്റേഷനെയാണ്. സബ്ലിമേഷൻ കൊണ്ടുണ്ടാകുന്ന ഐസ് ക്രിസ്റ്റൽസ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് സ്നോ ആവുന്നത്. So precipitation in the form of ice crystals resulting from sublimation. സബ്ലിമേഷൻ കൊണ്ടുണ്ടാകുന്ന ഐസ് ക്രിസ്റ്റൽസിന്റെ പ്രസിപ്പിറ്റേഷനെയാണ് സ്നോ എന്ന് വിളിക്കുന്നത്. ആൻഡ് വി ഓൾ നോ സ്നോ ഇസ് ഓൾസോ എ ഫോം ഓഫ് ഫ്രോസൺ precipitation. The last form of precipitation, that is hail. Hail is lump or bulbs of ice over 5 mm diameter. Lumps or bulbs of ice greater than 5 mm diameter. Diameter 5 mm ൽ കൂടുതലുള്ള lumps of ice നെയാണ് hail എന്ന് വിളിക്കുന്നത്. It is formed by alternate freezing or melting. Formed by alternate freezing or melting as they are carried up and down in turbulent air currents. When carried up and down in turbulent air currents. Turbulent air currents ഇങ്ങനെ up and down carry ചെയ്യുമ്പോൾ എയർ മാസ് ഇങ്ങനെ precipitation turbulent air currents up and down carry ചെയ്യുമ്പോൾ alternate freezing and melting ഉണ്ടാവും. അങ്ങനെ alternate freezing and melting ഉണ്ടാകുമ്പോൾ ഐസ് ഫോം ചെയ്യും. ഈ ഐസ് ഫോം ചെയ്യുന്നതിന്റെ സൈസ്, അതായത് ഐസ് ലംസ് ഫോം ചെയ്യുന്നതിന്റെ സൈസ് ഗ്രേറ്റർ ദാൻ 5 mm ഡയമീറ്റർ ആണെങ്കിൽ അതിനെ ഹെയിൽ എന്ന് വിളിക്കും. സോ ഹെയിൽ is lumps or bulbs of ice over 5 mm diameter which are formed by alternate freezing or melting as they are carried up and down in
highly turbulent air currents. So there are 6 forms of precipitation: drizzle, rain, glaze, sleet, snow, hail. Where drizzle and rain are forms of liquid precipitation, whereas glaze, sleet, snow, hail are forms of frozen precipitation. അപ്പോൾ ടൈപ്സും ഫോംസും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഓക്കെ, ആൻഡ് ഫോംസ് ഓഫ് precipitation പല എക്സാമിനും ചോദിക്കാറുണ്ട്.